നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ 19ാമത്തെ ദിവസത്തെ ക്ലാസ്സാണ്. ഇന്ന് ഭരണഘടനയുടെ ആമുഖത്തെ പറ്റിയിട്ടാണ് പഠിക്കാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഭരണഘടന സ്റ്റാർട്ട് ചെയ്തു. ഭരണഘടനാ നിർമ്മാണ സഭ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതുവരെ നമ്മളെടുത്ത ടോപ്പിക്കുകളെല്ലാം പ്ലേലിസ്റ്റ് ആക്കിയിട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ട് പഠിച്ചുകൊള്ളുക. വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്, കമ്പനി ബോർഡ് LGS, ബെവ്കോ LDC, സ്റ്റോർമാൻ മുതലായ പരീക്ഷകളെ മുൻനിർത്തിയിട്ടാണ് ഈ ക്ലാസ്സുകൾ എടുക്കുന്നത്. ഉടൻ തന്നെ ഡിഗ്രി ലെവൽ പ്രിലിമിനറിയുടെ ക്ലാസ്സുകളും ആരംഭിക്കുന്നതായിരിക്കും. നമ്മൾ ആ ഒരു ഓർഡറിൽ തന്നെയാണ് പോകുന്നത്. ഇനി ഭരണഘടന കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ഭരണഘടനയുടെ ആമുഖം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഭരണഘടനാ നിർമ്മാണ സമിതിയെക്കുറിച്ച് പഠിച്ചു. ഭരണഘടനാ നിർമ്മാണ സമിതിയാണ് ഇന്ത്യയുടെ ഭരണഘടന തയ്യാറാക്കിയതെന്ന് പഠിച്ചു. ഇനി ഈ ഭരണഘടനയ്ക്കൊരു ആമുഖമുണ്ട് അല്ലേ? ഭരണഘടനയുടെ അടിസ്ഥാന ആദർശങ്ങളും മൂല്യങ്ങളും ഒക്കെ ഈ ഒരു ആമുഖത്തിലാണ് കാണുന്നത്. അപ്പോൾ ഇന്ത്യയിലെ പരമാധികാരം ജനങ്ങൾക്കാണ് എന്ന് ഈ ആമുഖത്തിൽ പ്രസ്താവിക്കുന്നുണ്ട്. അപ്പോൾ ഭരണഘടനയുടെ ആമുഖം എന്ന് പറയുമ്പോൾ ഭരണഘടനയുടെ അടിസ്ഥാന ആദർശങ്ങളും ആ ഒരു ഭരണഘടനയുടെ മൂല്യം ഇതെല്ലാം പ്രതിഫലിപ്പിക്കുന്നത് ഭരണഘടനയുടെ ആമുഖമാണ്. ഭരണഘടനയുടെ ആമുഖമാണ് ഭരണഘടനയുടെ താക്കോൽ, ഭരണഘടനയുടെ താക്കോൽ, ഭരണഘടനയുടെ ആത്മാവ്, ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? ഭരണഘടനയുടെ ആമുഖമാണ്. എന്തൊക്കെ പേരുകളിലാണ് ആമുഖം അറിയപ്പെടുന്നത്? ഭരണഘടനയുടെ താക്കോല്, ഭരണഘടനയുടെ ആത്മാവ്, തിരിച്ചറിയൽ കാർഡ് എന്നിങ്ങനെയൊക്കെ വിശേഷിപ്പിക്കുന്നത് ആമുഖത്തെയാണ്. ഏത് രാജ്യത്തു നിന്നാണ് ഇന്ത്യ ആമുഖം എന്ന് പറയുന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത്? USA നിന്നാണ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന USA നിന്നാണ് ആമുഖം കടം കൊണ്ടിരിക്കുന്നത്. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പിയാണ് ജവഹർലാൽ നെഹ്റു. നമ്മൾ കഴിഞ്ഞ ദിവസം ഭരണഘടനയുടെ ശില്പി ആരാണെന്ന് പഠിച്ചു. ഡോക്ടർ BR അംബേദ്കർ ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്ന് പറഞ്ഞു. എന്നാൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി ജവഹർലാൽ നെഹ്റു ആണ്. ഇതിനുള്ള കാരണം എന്താണെന്ന് അറിയോ? ജവഹർലാൽ നെഹ്റു ഈ ഭരണഘടനാ നിർമ്മാണ സഭ നമ്മൾ ഇന്നലെ പഠിച്ചല്ലോ. ഈ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു. ലക്ഷ്യപ്രമേയം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് റെസല്യൂഷൻ എന്ന് നമ്മൾ പറയും. ഈ ലക്ഷ്യപ്രമേയമാണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്? ഭരണഘടനയുടെ ആമുഖമായിട്ട് മാറുന്നത്. അതുകൊണ്ട് തന്നെ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതാരാണ്? ജവഹർലാൽ നെഹ്റു ആണ് എന്ന് അറിഞ്ഞിരിക്കുക. എന്നാണ് ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്? 1946 ഡിസംബർ 13. നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ദിവസം എന്തൊക്കെയാണ് പഠിച്ചേ? ഡിസംബർ 9 ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം എന്ത് ചെയ്യുന്നു? കൂടുന്നു എന്ന് പറയുന്നു. പിന്നീട് ഡിസംബർ 11 ഒരു പ്രത്യേകത നമ്മൾ പഠിച്ചു. ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ അതിൻ്റെ സ്ഥിരം അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കുന്നു. സ്ഥിരം അധ്യക്ഷനായിട്ട് രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുക്കുന്നു എന്ന് പഠിച്ചു. ഇപ്പം നമ്മൾ എന്താണ് പറഞ്ഞത്? ഡിസംബർ 13 പറഞ്ഞത്. ലക്ഷ്യപ്രമേയം ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് റെസല്യൂഷൻ അവതരിപ്പിച്ചു ഡിസംബർ 13. ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ഈ ലക്ഷ്യപ്രമേയം ഭരണഘടനാ നിർമ്മാണ സഭ എന്നാ പാസ്സാക്കിയതെന്നറിയാമോ? അവതരിപ്പിച്ചു 1946 ഡിസംബർ 13. എന്നാൽ ഇത് പാസ്സാക്കിയത് 1947 ജനുവരി 22 എന്ന് അറിഞ്ഞിരിക്കുക. ഇനി നമ്മുടെ ഭരണഘടന എങ്ങനെയാണ് ആരംഭിക്കുന്നത്? ഭരണഘടനയുടെ ആമുഖം എങ്ങനെയാണ് ആരംഭിക്കുന്നതെന്ന് അറിയാമോ? നാം ഭാരതത്തിലെ ജനങ്ങൾ. ഇതാണ് ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. നാം ഭാരതത്തിലെ ജനങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് ആമുഖം തുടങ്ങുന്നത്. ഇനി ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശിക്കുന്ന ഒരേ ഒരു തീയതിയാണ് 1949 നവംബർ 26. ആമുഖത്തിൽ ഈ ഒരു തീയതിയെക്കുറിച്ച് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? പരാമർശിക്കുന്നുള്ളൂ. ഈ നവംബർ 26 പ്രത്യേകത എന്താ? 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടനയെ അംഗീകരിച്ചത്. നവംബർ 26 നിയമദിനം. അതുപോലെ തന്നെ എന്തൊക്കെ? ഭരണഘടനാ ദിനം എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതൊക്കെ പഠിച്ചതാണ്. ഇനി ഭരണഘടനയിൽ ആമുഖത്തിൽ ഒരേ ഒരു ഭേദഗതിയാണ് വന്നിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഒറ്റ പ്രാവശ്യമേ ഭേദഗതി വരുത്തിയിട്ടുള്ളൂ. ഏതാണ് ആ ഭേദഗതി? 42ാം ഭരണഘടനാ ഭേദഗതി 1976. 42ാം ഭേദഗതി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇനി ഭരണഘടനയിൽ പഠിക്കാനുണ്ട്.
ഇപ്പോൾ ഇതറിഞ്ഞിരിക്കുക, ഭരണഘടനയുടെ ആമുഖം ഒരു തവണ മാത്രമേ ഭേദഗതി ചെയ്തിട്ടുള്ളൂ. അത് 1976 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. 1976 ഈ ഭേദഗതി 1977 ജനുവരി 3 നിലവിൽ വന്നത്. 1976 ഭേദഗതി എന്നാണ് നിലവിൽ വരുന്നത്? 42-ാം ഭേദഗതി 1977 ജനുവരി 3 എന്ത് ചെയ്യുന്നത്? നിലവിൽ വരുന്നത്. എന്തൊക്കെയാണ് ഈ ഭേദഗതിയിലൂടെ മാറ്റങ്ങൾ വരുത്തിയതെന്നറിയാമോ? നമ്മുടെ ആമുഖത്തിൽ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 1976 ഈ ഭേദഗതിയിലൂടെ പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാക്കി മാറ്റി. അപ്പോൾ 2 വാക്കുകളും കൂടി കൂട്ടിച്ചേർത്തു. ഏതൊക്കെയാണ്? സ്ഥിതി സമത്വം മതേതരത്വം. ഇവിടെ എഴുതിയിട്ടുണ്ട്. സ്ഥിതി സമത്വം മതേതരത്വം എന്ന് പറയുന്ന വാക്കുകളും കൂടി എന്ത് ചെയ്തു? കൂട്ടിച്ചേർത്തു. അപ്പോൾ പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്. നോക്കിക്കേ, പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാക്കി മാറ്റി. അതുപോലെ രാഷ്ട്രത്തിൻ്റെ ഐക്യം എന്നതിനു പകരം രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും എന്നാക്കി മാറ്റി. അപ്പോൾ ഐക്യം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് മാറ്റി എന്താക്കി? ഐക്യവും അഖണ്ഡതയും എന്ന് ആക്കി മാറ്റി. ഓക്കെയാണല്ലോ. ഈ ആമുഖം ഭേദഗതി ചെയ്യുന്ന സമയത്ത് ഇന്ത്യയുടെ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി മുഹമ്മദ് ആയിരുന്നു. ഫക്രുദ്ദീൻ അലി മുഹമ്മദ് ആയിരുന്നു രാഷ്ട്രപതി. ആരായിരുന്നു പ്രധാനമന്ത്രി? ഇന്ദിരാഗാന്ധി ആയിരുന്നു ആ സമയത്ത് പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. ഇനി 42-ാം ഭേദഗതിയാണ് എന്തെന്നറിയപ്പെടുന്നതെന്നറിയോ? ചെറുഭരണഘടനാ ഭേദഗതി. ചെറുഭരണഘടന എന്നറിയപ്പെടുന്ന ഭേദഗതിയാണ് 42-ാം ഭേദഗതി. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ചെറുഭരണഘടന എന്നറിയപ്പെടുന്ന ഭേദഗതിയാണ് 42-ാം ഭരണഘടനാ ഭേദഗതി. ഈ ഭേദഗതിയിലൂടെയാണ് എന്ത് ഭേദഗതി ചെയ്തത്? ആമുഖം ഭേദഗതി ചെയ്തതെന്ന് അറിഞ്ഞിരിക്കുക. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട പദങ്ങളാണ്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ പദം നോക്കിക്കേ, പരമാധികാരം. ആദ്യത്തെ വാക്കാണ് പരമാധികാരം എന്ന് പറയുന്നത്. എന്താണ് ഈ പരമാധികാരം? ആ ഒരു വാക്കിൽ തന്നെയുണ്ട്. നമ്മുടെ രാജ്യം എന്ന് പറയുന്നത്, ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്? വേറൊരു രാജ്യത്തിൻ്റെയും ആശ്രയത്തിലോ അല്ലെങ്കിൽ ആധിപത്യത്തിലോ ഒന്നുമല്ല, ഒരു സ്വതന്ത്ര രാഷ്ട്രമാണ് ഇന്ത്യ. ഇന്ത്യക്കൊരു പരമാധികാരമുണ്ട്, അല്ലാതെ വേറെ ആരുടെയും അധീനതയിലോ ആധിപത്യത്തിലോ ആശ്രയത്വത്തിലോ ഒന്നും അല്ല. ഇന്ത്യ ഒരു സ്വതന്ത്ര രാഷ്ട്രമാണ്. ഇതാണ് പരമാധികാരം എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി എന്താണ് സ്ഥിതി സമത്വം എന്ന് പറയുന്നതിൻ്റെ മീനിങ്? ജസ്റ്റ് ആ ഒരു കൺസെപ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. സ്ഥിതി സമത്വം എന്ന് പറയുമ്പോൾ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും തുല്യത ഉറപ്പുവരുത്തുന്നു. തുല്യത അല്ലേ, അതാണ് സ്ഥിതി സമത്വം അല്ലെങ്കിൽ സോഷ്യലിസം എന്ന് നമ്മൾ പറയും. സോഷ്യലിസം അല്ലെങ്കിൽ സ്ഥിതി സമത്വം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും എന്തുണ്ട്? തുല്യത. മതേതരത്വം. മതേതരത്വം എന്ന് പറയുമ്പോൾ എന്താണ്? ഇന്ത്യൻ ഭരണഘടന മതേതരത്വത്തിൽ അധിഷ്ഠിതമാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യക്ക് സ്വന്തമായിട്ടൊരു ദേശീയ മതമില്ല. ഭരണഘടനയിലെ എല്ലാ പൗരന്മാർക്കും അവരുടേതായ മതത്തിൽ വിശ്വസിക്കാം, ആചരിക്കാം, പ്രചരിപ്പിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമ്മൾ മൗലികാവകാശങ്ങൾ പഠിക്കുന്നതാണ്. ഭരണഘടനയിൽ എല്ലാ പൗരന്മാർക്കും എന്ത് ചെയ്യാം? അവരുടേതായിട്ടുള്ള മതങ്ങളിൽ വിശ്വസിക്കാം, ആചരിക്കാം, അത് പ്രചരിപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന കൊടുക്കുന്നുണ്ട്. മതേതരത്വം എന്ന് പറഞ്ഞാൽ അതാണ്, ദേശീയ മതമൊന്നും ഇല്ല. ഇനി എന്താണ് ജനാധിപത്യം? ജനങ്ങളുടെ ആധിപത്യമാണ്. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ പരമാധികാരം ആർക്കാണ്? ജനങ്ങൾക്കാണ് പരമാധികാരം എന്ന് പറയുന്നത്. ഇനി റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ചോദിക്കുന്ന ചോദ്യമാണ്. റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തലവൻ ജനങ്ങളാൽ നേരിട്ടോ പരോക്ഷമായോ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യവസ്ഥയാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. രാഷ്ട്രത്തലവനെ ജനങ്ങൾ നേരിട്ട് അല്ലെങ്കിൽ പരോക്ഷമായിട്ടോ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യവസ്ഥയാണ് റിപ്പബ്ലിക് എന്ന് അറിയപ്പെടുന്നത്. ഈ റിപ്പബ്ലിക് എന്ന് പറയുന്ന വാക്ക് ഇന്ത്യൻ ഭരണഘടന എവിടുന്നാണ് കടമെടുത്തിരിക്കുന്നതെന്ന് അറിയാമോ? ഫ്രാൻസിൽ നിന്നാണ്. റിപ്പബ്ലിക് എന്ന് പറയുന്ന വാക്ക് ഫ്രാൻസിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത്. ഇനി നീതി. ആമുഖത്തിൽ 3 തരം നീതികളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. നമ്മുടെ ആമുഖത്തിൽ നീതികൾ എന്ന് പറയുമ്പോൾ 3 തരം നീതികളെക്കുറിച്ചിട്ടാണ് സൂചിപ്പിക്കുന്നത്. ഏതൊക്കെയാണ്? സാമൂഹ്യ നീതി, അതുപോലെ സാമ്പത്തിക നീതി, സാമൂഹിക നീതി, സാമ്പത്തിക നീതി, രാഷ്ട്രീയ നീതി. ഈ 3 തരത്തിലുള്ള നീതികളെക്കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. ഇതിനകത്ത്
നീതികൾ, സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ നീതികൾ എന്ന് പറയുന്ന ആശയം റഷ്യൻ വിപ്ലവത്തിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയെല്ലാം കടം കൊണ്ടിട്ടുള്ളവയാണ്. നമ്മളിപ്പോൾ തന്നെ എന്ത് പഠിച്ചു? ആമുഖം എന്ന് പറയുന്നത് USA നിന്നാണ്. അതുപോലെ ഫ്രാൻസ് എന്തായിരുന്നു പഠിച്ചത്? റിപ്പബ്ലിക് എന്ന വാക്ക് കടമെടുത്തിരിക്കുന്നത് ഫ്രാൻസിൽ നിന്നാണ്. നീതികൾ 3 തരത്തിലുള്ള നീതികളുണ്ടെന്ന് പറഞ്ഞല്ലോ. സാമൂഹ്യ നീതി, സാമ്പത്തിക നീതി, രാഷ്ട്രീയ നീതി. ഇതെവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? റഷ്യൻ വിപ്ലവത്തിൽ നിന്നാണ്. 1917 റഷ്യൻ വിപ്ലവത്തിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. ഇനി നോക്കിക്കേ, ആമുഖത്തിൽ പരാമർശിച്ചിരിക്കുന്ന വാക്കുകളാണ് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം ഇതെല്ലാം തന്നെ എന്താണ്? ആമുഖത്തിൽ പരാമർശിച്ചിട്ടുള്ളതാണ് എന്ന് അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് ഈ ആമുഖത്തിൻ്റെ കുറച്ച് വിശേഷണങ്ങളും കൂടി നോക്കാം. പ്രധാനപ്പെട്ട വിശേഷണങ്ങളാണ്. ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിളിച്ചത് KM മുൻഷിയാണ്. ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചതാരാണ്? KM മുൻഷിയാണ്. ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിളിച്ചത് NA പൽക്കിവാലയാണ്. ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? NA പൽക്കിവാല ആണെന്നറിയുക. ഭരണഘടനയുടെ കീനോട്ട് എന്ന് പറഞ്ഞത് ഏണസ്റ്റ് ബാർക്കർ ആണ്. ഭരണഘടനയുടെ കീനോട്ട് എന്ന് വിശേഷിപ്പിച്ചത്. ഭരണഘടനയുടെ ആത്മാവ് എന്ന് പറഞ്ഞത് M ഹിദായത്തുള്ള. എന്നാൽ ഭരണഘടനയുടെ ആത്മാവും താക്കോലുമാണെന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു ആണ്. അപ്പോൾ ഇത് മാറിപ്പോകരുത്. ഭരണഘടനയുടെ ആത്മാവ് M ഹിദായത്തുള്ള, ആത്മാവും താക്കോലുമാണെന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു. ഇനി ഒന്നും കൂടെ ഉണ്ട്. ഇത് ഭരണഘടനയുടെ ആത്മാവാണ്, ഇത് ഭരണഘടനയുടെ താക്കോലാണ്, ഇത് ഭരണഘടനയുടെ രത്നമാണ്, ഇത് ഭരണഘടനയുടെ മൂല്യമളക്കാൻ കഴിയുന്ന ശരിയായ അളവുകോലാണ്. ഇങ്ങനെ പറഞ്ഞതാരാണ്? താക്കൂർദാസ് ഭാർഗവാണ്. അവ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. താക്കോലും രത്നവും ആത്മാവും അതുപോലെ മൂല്യമളക്കാൻ കഴിയുന്ന അളവുകോലാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത് താക്കൂർദാസ് ഭാർഗവാണ്. ഭരണഘടനയുടെ ആത്മാവാണ് എന്ന് മാത്രമാണെങ്കിൽ M ഹിദായത്തുള്ളയാണ്. ഭരണഘടനയുടെ ആത്മാവും താക്കോലുമാണെങ്കിൽ ജവഹർലാൽ നെഹ്റു ആണ്. രാഷ്ട്രീയ ജാതകം എന്ന് പറഞ്ഞത് KM മുൻഷിയാണ്. ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് NA പൽക്കിവാല. ഭരണഘടനയുടെ കീനോട്ട് എന്ന് പറഞ്ഞത് ഏണസ്റ്റ് ബാർക്കറാണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. വളരെ ചെറിയൊരു ടോപ്പിക്കാണ്. ഭരണഘടനയുടെ ആമുഖം നമ്മൾ ക്ലിയർ ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അടുത്ത ദിവസം നമ്മൾ ഈ ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബാക്കി ഭാഗങ്ങളായിരിക്കും എടുക്കുന്നത്. ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂട്ടുകാർക്ക് കൂടെ ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കുക. ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ കൊടുത്തേക്കാം. ജോയിൻ ചെയ്യുക. താങ്ക്